മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി 2021 മുതൽ 2025 വരെ ചോദിച്ച മുൻ വർഷ ചോദ്യങ്ങളാണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭരണഘടന നിർമ്മാണ സഭ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇവിടെ ഉത്തരം എ ആണ്, ഡൽഹി. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 1946 ഡിസംബർ 9. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി? ഇവിടെ ഓപ്ഷൻ എ ആണ്, JB കൃപലാനി. JB കൃപലാനിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ചോദ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട താഴെ പറയുന്നവരിൽ ആരാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഉത്തരം. ഈ ചോദ്യങ്ങൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി? ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശ്രീ HVR അയ്യങ്കാർ. HVR അയ്യങ്കാർ ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? ഇവിടെ ഓപ്ഷൻ എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി
ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. മൂന്നാമത്തെ പ്രസ്താവന, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ച് ആയിരുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. 1ഉം 3ഉം. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. മൂന്നാമത്തെ പ്രസ്താവന, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മൂന്നാമത്തെ പ്രസ്താവന, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. നാലാമത്തെ പ്രസ്താവന, ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവന, ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15 ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരി, 3 തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. മൂന്നാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. എയും ബിയുമാണ് ശരി. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1947 ഡിസംബർ 9 നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. രണ്ടാമത്തെ പ്രസ്താവന, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543 ആയിരുന്നു. ഇവിടെ ആൻസർ എ ആണ് ഉത്തരം. ആയിരത്തി 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്.